ഹലോ സ്റ്റുഡൻസ്, നമ്മൾ സെക്കൻഡ് സെമസ്റ്ററിലെ അവസാനത്തെ ക്ലാസ്സിലേക്ക് പോവുകയാണ്. ടോപ്പിക്കിൻ്റെ പേര് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. ഇത് നമ്മളെ ലാസ്റ്റ് വീഡിയോ ആണ്. ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്, ഇതിൽ നിന്നും ഉറപ്പായിട്ട് 5 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ചെയ്യുന്ന പ്രോബ്ലംസ് എല്ലാം നിങ്ങൾ അതേപടി ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് 5 മാർക്ക് കിട്ടും. ഇപ്പം തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇതാണ്: dy/dx പ്ലസ് പി വൈ ഇസ് ഈക്വൽ ടു ക്യൂ. ഇവിടെ പി എന്ന് പറയുന്നതും ക്യൂ എന്ന് പറയുന്നതും എക്സ് മാത്രം വരുന്ന ഫങ്ഷൻസാണ്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് dy/dx ഇതേപോലെയാണ്. dy/dx പ്ലസ് കോട്ടെക്സ് ഇൻറ്റു വൈ അല്ലെങ്കിൽ വൈ ഇൻറ്റു കോട്ടെക്സ്. ഇവിടെ പിയുടെ സ്ഥാനത്ത് കോട്ടെക്സ് ആണ്. അപ്പോൾ കോട്ടെക്സ് എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ ഒരു ഫംഗ്ഷനാണ്. അടുത്ത റൈറ്റ് സൈഡിൽ കൊസീക് എക്സ്, അതായത് ക്യൂ. അപ്പോൾ ക്യൂ എന്ന് പറഞ്ഞാൽ കൊസീക് എക്സ്, അതെന്ന് പറയുന്നത് എക്സിൻ്റെ ഒരു ഫംഗ്ഷൻ മാത്രമാണ്. അപ്പോൾ ഇവിടെ ഈ കോട്ടെക്സും കൊസീക് എക്സും ഫങ്ഷൻസ് ഓഫ് എക്സ് എലോൺ. അപ്പോൾ ഇതിനെ നമുക്ക് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് വിളിക്കാം. അതായത് dy/dx പ്ലസ് പി വൈ ഇസ് ഈക്വൽ ടു ക്യൂ എന്നുള്ള ഫോമിൽ വരുന്ന എല്ലാ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിനും നമുക്ക് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് വിളിക്കാം. ഇനി ആ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷനെ സോൾവ് ചെയ്യാനുള്ള മെത്തേഡാണ്. എങ്ങനെയാണ് ഇതിനെ നമ്മൾ സോൾവ് ചെയ്തിട്ട് എക്സും വൈയും വരുന്ന ഒരു ഇക്വേഷൻ കണ്ടുപിടിക്കുന്നത്? അതിനാദ്യം ചെയ്യേണ്ടത് പി എടുക്കണം. ഇവിടെ പി എന്ന് പറഞ്ഞാൽ കോട്ടെക്സ് ആണ്. പി ഇസ് ഈക്വൽ ടു കോട്ടെക്സ്. ഈ പിയെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇതിനെ സോൾവ് ചെയ്യാനായിട്ട് ചെയ്യേണ്ടത് ആദ്യം പി കണ്ടുപിടിക്കുക. പി എന്ന് പറഞ്ഞാൽ വൈയുടെ കൂടെ വരുന്ന ടേമാണ് പി എന്ന് പറയുന്നത്. ഇവിടെ വൈയുടെ കൂടെ വരുന്ന കോട്ടെക്സ് ആണ്. പി ഇസ് ഈക്വൽ ടു കോട്ടെക്സ്. ഇനി ആ പി എന്നുള്ള ആ ഫംഗ്ഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇൻ്റഗ്രൽ പി ഡി എക്സ്. പി എന്ന് പറഞ്ഞാൽ കോട്ടെക്സ്, ഇൻ്റഗ്രൽ കോട്ടെക്സ്. ഇവിടെ നമ്മൾ കോട്ടെക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. കോട്ടെക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ സ്റ്റാൻഡേർഡ് റിസൾട്ടാണ്. കോട്ടെക്സിൻ്റെ ഇൻ്റഗ്രൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ലോഗ് സൈൻ എക്സ്. ഇനി വേണ്ടത് അടുത്ത സ്റ്റെപ്പിൽ ഇതിൻ്റെ ഈ ലോഗ് എക്സിൻ്റെ ഈയുടെ പവറാക്കി എഴുതണം. അപ്പോൾ ഇ റൈസ് ടു ഇൻ്റഗ്രൽ പി ഡി എക്സ് ആണ് അടുത്ത സ്റ്റെപ്പിൽ കണ്ടുപിടിക്കേണ്ടത്. ഇ റൈസ് ടു ഇൻ്റഗ്രൽ പി ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഇ റൈസ് ടു ലോഗ് സൈൻ എക്സ് ആണ്. ഇയും ലോഗ് റെസിപ്രോക്കൽ ഫംഗ്ഷൻസ് ആയതുകൊണ്ട് ഈ ലോഗ് എക്സ് ഇൻവേഴ്സ് ഫംഗ്ഷൻസ് ആയതുകൊണ്ട് ലോഗ് എക്സും ലോഗും ഇയും ക്യാൻസൽ ആയിട്ട് ആൻസർ സൈൻ എക്സ് എന്ന് വരും. അപ്പോൾ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ, ഇത് നമ്മൾ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇ റൈസ് ടു ഇൻ്റഗ്രൽ പി ഡി എക്സ്. ഇവിടെ നമുക്ക് അതിൻ്റെ ആൻസർ സൈൻ എക്സ് എന്ന് കിട്ടി. അപ്പോൾ ഈ ഇവിടെ എഴുതിയിരിക്കുന്ന ഇ റൈസ് ടു ലോഗ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് എന്ന് വരും. അതേപോലെ ഇ റൈസ് ടു ലോഗ് സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് എന്ന് വരും. ഇയും ലോഗും ക്യാൻസൽ ആയിട്ട് എക്സ് ആൻസർ ആയിട്ട് വരും. ഇനി ഇതിൻ്റെ സൊല്യൂഷനാണ്. സൊല്യൂഷൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഇതാണ്: വൈ ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ. ഇത് നിങ്ങൾ ഓർത്തിരിക്കണം. വൈ ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ക്യൂ ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇൻറ്റു ഡി എക്സ് പ്ലസ് എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ നമുക്ക് ക്യൂ വേണം. ക്യൂ എന്ന് പറയുന്നത് റൈറ്റ് സൈഡിലുള്ള ഈ ക്വാണ്ടിറ്റിയാണ് ക്യൂ, കൊസീക് എക്സ്. അപ്പോൾ ഇവിടെ വൈ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ സൈൻ എക്സ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ക്യൂവിന് പകരം കൊസീക് എക്സ്, ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടറിന് പകരം സൈൻ എക്സ് ഇൻറ്റു ഡി എക്സ് പ്ലസ് എ കോൺസ്റ്റൻറ്റ്. ഇവിടെ കൊസീക് എക്സ് എന്ന് പറഞ്ഞാൽ 1/sin x ആണ്. സൈൻ എക്സും കൊസീക് എക്സും റെസിപ്രോക്കൽസ് ആണ്. അപ്പോൾ കൊസീക് എക്സ് 1/sin x ആണ്. ആ 1/sin x ഈ സൈൻ എക്സും കൂടെ വെട്ടിപ്പോയി കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ ഡി എക്സ് എന്ന് വരും പ്ലസ് എ കോൺസ്റ്റൻറ്റ്. ഇൻ്റഗ്രൽ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. അപ്പോൾ എക്സ് പ്ലസ് എ കോൺസ്റ്റൻറ്റ്. ഇതാണ് ഇതിൻ്റെ ആൻസർ. ഇത് ഇത്രയും എഴുതിയാൽ നിങ്ങൾക്ക് 5 മാർക്ക് കിട്ടും. വളരെ എളുപ്പമാണ്, ശ്രദ്ധിച്ച് എഴുതി പഠിച്ചാൽ മതി. ഇനി അടുത്ത പ്രോബ്ലമാണ്: സോൾവ് എക്സ് ഇൻറ്റു dy/dx പ്ലസ് 3y ഇസ് ഈക്വൽ ടു 5x². എക്സ് ഇൻറ്റു dy/dx പ്ലസ് 3y ഇസ് ഈക്വൽ ടു 5x². ഇത് ലീനിയർ ആണോ എന്ന് ആദ്യം ചെക്ക് ചെയ്യണം. ലീനിയർ ആകുമ്പോൾ dy/dx മാത്രമേ വരാൻ പാടുള്ളൂ. എക്സ് ഇൻറ്റു dy/dx എന്നാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ആ എക്സിനെ അവിടെ നിന്ന് ഒഴിവാക്കണം. അപ്പോൾ എക്സിനെ ഇവിടെ നിന്ന് ഒഴിവാക്കണമെങ്കിൽ എക്സ് കൊണ്ട് ഈ ഇക്വേഷനെ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഡിവൈഡിങ് ബൈ എക്സ്. എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ dy/dx എന്ന് വരും. പ്ലസ് ഇതിനെ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3/x ഇൻറ്റു y എന്ന് വരും. 5x² എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 5x. x² ഒരു എക്സ് ആയിട്ട് ക്യാൻസൽ ചെയ്തിട്ട് എക്സ് എന്ന് വരും, 5x. ഇവിടെ dy/dx ആണിത്. ഇത് പി ആണ്, ഇത് ക്യൂ ആണ്. അപ്പോൾ dy/dx പ്ലസ് py ഇസ് ഈക്വൽ ടു ക്യൂ. ഇതൊരു ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്.
ഇനി നമുക്ക് അതിനെ സോൾവ് ചെയ്യണം. അതിന് പി കണ്ടുപിടിക്കണം. ആദ്യം പി എന്ന് പറയുന്നത് വൈയുടെ കൂടെ വരുന്നതിനാണ് പി എന്ന് പറയുന്നത്. അപ്പോൾ 3/x ഇതാണ് പി. ഇനി ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇൻ്റഗ്രൽ പി ഡി എക്സ് കാണണം. ഇൻ്റഗ്രൽ 3/x dx എന്ന് വരും. ഇൻ്റഗ്രൽ പി ഡി എക്സ് ഇസ് ഈക്വൽ ടു 3 × 1/x-ന്റെ ഇൻ്റഗ്രൽ. അത് സ്റ്റാൻഡേർഡ് റിസൾട്ട് ആണ്. ഇൻ്റഗ്രൽ ഓഫ് 1/x എന്ന് പറഞ്ഞാൽ log x ആണ്. അപ്പോൾ log x 3 log x-നെ നമുക്ക് log x³ എന്ന് എഴുതാം. അത് ലോഗരിതത്തിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. 3 log x is same as log x³. അപ്പോൾ ഇൻ്റഗ്രൽ പി ഡി എക്സ് കിട്ടി. ഇനി നമുക്ക് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടറാണ് വേണ്ടത്. ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇസ് ഈക്വൽ ടു e⁻⁻ പി ഡി എക്സ് ഇസ് ഈക്വൽ ടു e⁻ log x³. ഈ ലോഗും ക്യാൻസൽ ചെയ്ത് പോവും, x³ എന്ന് വരും ആൻസർ. അപ്പോൾ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ x³ ആണുള്ള. ഇനി സൊല്യൂഷൻ y ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ. ഇത് നിങ്ങൾ എഴുതണം. എഴുതി കഴിഞ്ഞാൽ ഒരു മാർക്ക് കിട്ടും ഈ എഴുതുന്നതിന്. y ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇസ് ഈക്വൽ ടു q ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇൻറ്റു ഡി എക്സ് പ്ലസ് എ കോൺസ്റ്റൻറ്റ്. ഇതാണ് ജനറൽ സൊല്യൂഷൻ. ഇനി സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. y ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ x³ y ഇൻറ്റു x³ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ q എന്ന് പറയുന്നത് 5x ഇൻറ്റു x³ ഇൻറ്റു ഡി എക്സ് പ്ലസ് എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ x ഇൻറ്റു x³ x⁻⁴ ആണ്. അപ്പോൾ ഇസ് ഈക്വൽ ടു 5 പുറത്തെടുക്കാം. 5 ഇൻറ്റു ഇൻ്റഗ്രൽ x⁻⁴ ഡി എക്സ് പ്ലസ് എ കോൺസ്റ്റൻറ്റ്. ഇനി x⁻⁴ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അത് നമുക്കറിയാം. 5 ഇൻറ്റു x⁻⁴ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഒന്നുകൂടെ കൂടും. 4 + 1 5 ഡിവൈഡഡ് ബൈ 5 പ്ലസ് എ കോൺസ്റ്റൻറ്റ്. 5 ക്യാൻസൽ ചെയ്യും. ഇത് ആൻസർ y. ലെഫ്റ്റ് സൈഡ് yx³. yx³ ഇസ് ഈക്വൽ ടു x⁻⁵ പ്ലസ് എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഇത്രയും എഴുതി പഠിക്കും. ഇതെല്ലാം പരീക്ഷയ്ക്ക് വയ്ക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഈ പഠിപ്പിക്കുന്ന എല്ലാ പ്രോബ്ലംസും നിങ്ങൾ എഴുതി പഠിക്കണം. നിങ്ങൾക്ക് 5 മാർക്ക് ഉറപ്പായിട്ടും കിട്ടുന്നതാണ് ഇവിടെ നിന്ന്. അടുത്ത പ്രോബ്ലം സോൾവ് dy/dx പ്ലസ് y tan x is equal to cos² x. അപ്പോൾ ഇവിടെ py ഇത് p ആണ്. അപ്പോൾ py ഇത് q. അപ്പോൾ dy/dx പ്ലസ് py is equal to q എന്ന് വരും. അപ്പോൾ ഇത് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഇതിനെ സോൾവ് ചെയ്യാനായിട്ട് ആദ്യം p യെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. p എന്ന് പറഞ്ഞാൽ tan x. അപ്പോൾ ഇൻ്റഗ്രൽ p dx ഇൻ്റഗ്രൽ tan x dx. ഇത് സ്റ്റാൻഡേർഡ് റിസൾട്ട് ആണ്. log sec x. വരും. ഇനി ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ വേണം. e⁻⁻ ഇൻ്റഗ്രൽ പി ഡി എക്സ് ഇസ് ഈക്വൽ ടു e⁻⁻ log sec x. ഈയും ലോഗും ക്യാൻസൽ ചെയ്താൽ sec x എന്ന് കിട്ടും. ഇതാണ് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ. ഇനി ജനറൽ സൊല്യൂഷൻ y ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ is equal to integral q into integrating factor into dx plus a constant. Integrating factor sec x ആണ്. അപ്പോൾ y into sec x is equal to integral q എന്ന് പറയുന്നത് ഈ cos² x ആണ് into integrating factor sec x into dx plus a constant. Integral cos² x sec x എന്ന് പറഞ്ഞാൽ 1/cos x ആണ്. cos² x into 1/cos x into dx plus a constant. ഒരു കോസ് വെട്ടിപ്പോൾ അപ്പോൾ ഇൻ്റഗ്രൽ cos x dx എന്ന് വരും പ്ലസ് എ കോൺസ്റ്റൻറ്റ്. ഇൻ്റഗ്രൽ cos x എന്ന് പറഞ്ഞാൽ sin x ആണ്. sin x പ്ലസ് എ കോൺസ്റ്റൻറ്റ്. ഇതൊക്കെ വളരെ എളുപ്പമാണ്. നിങ്ങൾ എഴുതി പഠിച്ചാൽ മതി. 1-2 തവണയെങ്കിലും ഇത് എഴുതി പഠിക്കുക. അടുത്ത പ്രോബ്ലം സോൾവ് x² പ്ലസ് 1 ഇൻറ്റു dy/dx പ്ലസ് 2x ഇൻറ്റു y ഇസ് ഈക്വൽ ടു 4x². അപ്പോൾ ഇത് ലീനിയർ ആണോ എന്നാണ് നമുക്ക് നോക്കേണ്ടത് ആദ്യം. ലീനിയർ ആവണമെങ്കിൽ dy/dx മാത്രമേ വരാൻ പാടുള്ളൂ. ഇവിടെ dy/dxൻ്റെ കൂടെ x² പ്ലസ് 1 കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? x² പ്ലസ് 1 കൊണ്ട് ഡിവൈഡ് ചെയ്യണം.
ഡിവൈഡിങ് ബൈ എക്സ് സ്ക്വയർഡ് പ്ലസ് 1. അപ്പോൾ എക്സ് സ്ക്വയർഡ് പ്ലസ് 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടുത്തെ എക്സ് സ്ക്വയർഡ് പ്ലസ് 1 പോയിട്ട് ഡി വൈ ബൈ ഡി എക്സ് വരും. പ്ലസ് 2x ബൈ എക്സ് സ്ക്വയർഡ് പ്ലസ് 1 ഇൻറ്റു വൈ is equal to 4x squared by x squared plus 1. ഇത് dy by dx ആണ്. ഇത് p, ഇത് q. അപ്പം dy by dx plus py is equal to q എന്ന് വരും. ഇത് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഇനി ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് p എന്നുള്ള ഫംഗ്ഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇൻ്റഗ്രൽ p dx ഇൻ്റഗ്രൽ 2x by x squared plus 1 into dx. ഇതിനെ നമ്മളിവിടെ ഇൻ്റഗ്രൽ പി ഡി എക്സ് കണ്ടുപിടിക്കണം. ഇൻ്റഗ്രൽ പി ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ പി എന്ന് പറഞ്ഞാൽ ഇവിടെ 2x by x squared plus 1. അപ്പോൾ 2x by x squared plus 1 into dx. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ 2x by x squared plus 1ൻ്റെ സ്റ്റാൻഡേർഡ് റിസൾട്ടായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. അതായത് x squared plus 1നെ ഡിഫറൻഷിയേറ്റ് ചെയ്ത 2x. അതായത് ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് ന്യൂമറേറ്ററിൽ വരുമ്പോൾ ഇൻ്റഗ്രേഷൻ്റെ സ്റ്റാൻഡേർഡ് റിസൾട്ട് എന്ന് പറഞ്ഞാൽ ലോഗരിതം ഓഫ് ദി ഡിനോമിനേറ്റർ ആണ്. ഇപ്പോൾ ഇവിടെ x squared plus 1 ആണ് ഡിനോമിനേറ്റർ. അപ്പോൾ ഇതിൻ്റെ ആൻസർ log x squared plus 1. ഇനി ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ വേണം. ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ e raised to ഇൻ്റഗ്രൽ പി ഡി എക്സ്. അപ്പോൾ e raised to log x squared plus 1. ഈ ലോഗം ക്യാൻസൽ ആയിട്ട് x squared plus 1 എന്ന് വരും. ഇനി നമ്മുടെ ജനറൽ സൊല്യൂഷൻ എഴുതണം. ജനറൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ y ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ q ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇൻറ്റു ഡി എക്സ് പ്ലസ് എ കോൺസ്റ്റൻറ്റ്. y ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർഡ് പ്ലസ് 1. അപ്പോൾ y ഇൻറ്റു എക്സ് സ്ക്വയർഡ് പ്ലസ് 1 ഇസ് ഈക്വൽ ടു q. q എന്ന് പറഞ്ഞാൽ 4x squared by x squared plus 1 ആണ് q. 4x squared by x squared plus 1 ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ അത് x squared plus 1 ആണ്. ഈ x squared plus 1 വെട്ടിപ്പോകും. ബാക്കി 4x squared dx. 4x squaredനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ 4 ഇൻറ്റു എക്സ് ക്യൂബ് ബൈ 3. എക്സ് സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ 2 plus 1 ആണ്. അപ്പോൾ 2 plus 1 3. അപ്പോൾ എക്സ് ക്യൂബ് ബൈ 3 പ്ലസ് എ കോൺസ്റ്റൻറ്റ്. ഇതാണ് ഇതിൻ്റെ ആൻസർ. നിങ്ങളിത് എഴുതി പഠിക്കുക. അടുത്ത പ്രോബ്ലം സോൾവ് 1 plus x squared into dy by dx plus y is equal to e raised to tan inverse x. ഇവിടെയും dy by dx മാത്രമല്ല വരുന്നത്, dy by dxൻ്റെ കൂടെ ഒരു 1 plus x squared വരുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? 1 plus x squared കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഡിവൈഡിങ് ബൈ 1 plus x squared എന്ത് കിട്ടും? dy by dx plus 1 by 1 plus x squared into y is equal to e raised to tan inverse x by 1 plus x squared. ഇതാണ് p, ഇതാണ് q. അപ്പോൾ dy by dx പ്ലസ് py is equal to q എന്ന് വരും. ഇതൊരു ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഇനി നമുക്ക് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിനാദ്യം p എന്നുള്ള ഫംഗ്ഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. p എന്ന് പറയുന്നത് 1 by 1 plus x squared into dx. 1 by 1 plus x squared ഇൻ്റഗ്രേറ്റ് ചെയ്താൽ tan inverse x സ്റ്റാൻഡേർഡ് റിസൾട്ടാണ്. അപ്പം ഇൻ്റഗ്രൽ പി ഡി എക്സ് എന്ന് പറഞ്ഞാൽ tan inverse x എന്ന് കിട്ടും. 1 by 1 plus x squared ഇൻ്റഗ്രൽ tan inverse x. ഇനി ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ e raised to integral p dx is equal to e raised to tan inverse x എന്ന് വരും. ഇനി ജനറൽ സൊല്യൂഷൻ y into integrating factor is equal to integral q into integrating factor into dx plus a constant. y into integrating factor എന്ന് പറഞ്ഞാൽ e raised to tan inverse x is equal to integral q. q എന്ന് പറഞ്ഞാൽ e raised to tan inverse x by 1 plus x squared. ഇതാണ് q. ഇത് എഴുതണം. e raised to tan inverse x by 1 plus x squared into integrating factor e raised to tan inverse x into dx plus a constant. ഇനി ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. e raised to tan inverse x into e raised to tan inverse x by 1 plus x squared into dx-നെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഇവിടെ ചെയ്യേണ്ടത് tan inverse x-ന് പകരം u എന്ന് കൊടുക്കുക.
നമ്മൾ ടാൻ ഇൻവേഴ്സ് എക്സിന് പകരം യു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. പുട്ട് ടാൻ ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു യു. ഇനി രണ്ട് സൈഡും ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പോൾ എന്താ കിട്ടും? ടാൻ ഇൻവേഴ്സ് എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 1/1 + x² ഇൻറ്റു ഡി എക്സ്. യുവിൻ്റെ ഡെറിവേറ്റീവ് ഡി യു. ടാൻ ഇൻവേഴ്സ് എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം, ആ ഇക്വേഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ടാൻ ഇൻവേഴ്സ് എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 1/1 + x² ഇൻറ്റു ഡി എക്സ് എന്ന് വരും. യുവിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ഡി യു. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഡി എക്സ് ബൈ 1 + x² പകരം ഡി യു എന്ന് കൊടുക്കാം. അപ്പോൾ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഇ റൈസ് ടു യു. ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞാൽ യു ആണ്. അപ്പോൾ ഇ റൈസ് ടു യു ഇൻറ്റു ഡി യു എന്ന് വരും, പ്ലസ് എ കോൺസ്റ്റൻറ്റ്. അതായത് ഡി എക്സ് ബൈ 1 + x² പകരം ഡി യു എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇത് ഇ റൈസ് ടു 2u എന്ന് എഴുതാം, ഇൻറ്റു ഡി യു പ്ലസ് എ കോൺസ്റ്റൻറ്റ്. ഇ റൈസ് ടു 2uവിൻ്റെ ഇൻ്റഗ്രൽ നമുക്കറിയാം. ഇ റൈസ് ടു 2u ബൈ യുവിൻ്റെ കോഎഫിഷ്യൻറ്റ് 2, അതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം, പ്ലസ് എ കോൺസ്റ്റൻറ്റ് ഇസ് ഈക്വൽ ടു ലെഫ്റ്റ് സൈഡ് y ഇൻറ്റു ഇ റൈസ് ടു ടാൻ ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു ഇത് യുവിന് പകരം ടാൻ ഇൻവേഴ്സ് എക്സ് കൊടുക്കാം. ഇ റൈസ് ടു 2 ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ 2 പ്ലസ് എ കോൺസ്റ്റൻറ്റ്. y ഇൻറ്റു ഇ റൈസ് ടു ടാൻ ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു യുവിന് പകരം ടാൻ ഇൻവേഴ്സ് എക്സ്. അപ്പോൾ ഇ റൈസ് ടു 2 ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ 2 പ്ലസ് എ കോൺസ്റ്റൻറ്റ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോബ്ലമാണ്. ഇത് നിങ്ങൾ എഴുതി പഠിക്കുക. അപ്പോൾ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷനൊക്കെ കഴിഞ്ഞു. ഇനി ഈ ടോപ്പിക്കോട് വന്ന് പഠിക്കും സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയും. d²y/dx². അപ്പോൾ ഓർഡർ സെക്കൻഡാണ്, ഓർഡർ ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ 2 ആണ്. അങ്ങനെയുള്ള പ്രോബ്ലംസ് വരികയാണെങ്കിൽ എങ്ങനെ നമ്മളിതിനെ സോൾവ് ചെയ്യും? അപ്പോൾ നമുക്കറിയാം y ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ dy/dx എന്ന് കിട്ടും. dy/dxനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ d²y/dx². ഇത് അങ്ങോട്ടൊക്കെ ഡിഫറൻഷിയേഷനാണ്, ഓപ്പറേഷൻ. റൈറ്റ് സൈഡിലോട്ട് ഡിഫറൻഷിയേഷൻ ഓപ്പറേഷനാണ്. y ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ dy/dx, dy/dxനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ d²y/dx². ഇത് തിരിച്ചുള്ള ഓപ്പറേഷനാണ് നമ്മുടെ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ d²y/dx²നെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ dy/dx കിട്ടും. ഇനി dy/dxനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ y എന്നും കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് d²y/dx² ഇസ് ഈക്വൽ ടു sin x ആണ്. അതിനെ ഒന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ d²y/dx²നെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ dy/dx ഇസ് ഈക്വൽ ടു, ഇനി sin x-നെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. sin x-നെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മൈനസ് cos x പ്ലസ് എ കോൺസ്റ്റൻറ്റ്. ഇതാണ് ആൻസർ. ഇനി ഒന്നും കൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം, ഒന്നും കൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ dy/dx-നെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ y, ഇവിടെ y എന്ന് വരും. ഇൻ്റഗ്രൽ മൈനസ് cos x പ്ലസ് c1 ഇൻറ്റു ഡി എക്സ്. cos x-നെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ sin x, അപ്പോൾ മൈനസ് ഉണ്ട്, അപ്പോൾ മൈനസ് sin x പ്ലസ് c1 dx ഇൻ്റഗ്രേറ്റ് ചെയ്താൽ c1x പ്ലസ് സെക്കൻഡ് കോൺസ്റ്റൻറ്റ് c2. വളരെ എളുപ്പമാണ്. 2 തവണ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. അത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് എഴുതി പഠിക്കണം. ഇവിടെയും സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷനെ സോൾവ് ചെയ്യണമെങ്കിൽ 2 തവണ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഓരോന്നോരോന്ന് രണ്ടുപേരും ഒരുമിച്ച് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, ഓരോന്നായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ആദ്യം ഇൻ്റഗ്രേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ dy/dx എന്ന് കിട്ടും. ഇവിടെ ഇൻ്റഗ്രൽ x e⁻x പ്ലസ് cos x-നെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം ഇൻറ്റു ഡി എക്സ്. ഇത് x e⁻x-നെ ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്യണം. ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ് ശ്രദ്ധിച്ച് കേൾക്കണം. ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ്, എന്നിട്ട് സെക്കൻഡിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. e⁻x-നെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ e⁻x. ഇനി ഒരു മൈനസ് കൊടുക്കണം, എന്നിട്ട് ഇൻ്റഗ്രൽ സിമ്പിൾ, എന്നിട്ട് എന്ത് ചെയ്യണം? ഫസ്റ്റിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 1, എന്നിട്ട് ഇതാ ഈ ഫംഗ്ഷൻ അതേപോലെ എഴുതണം ഇൻറ്റു ഡി എക്സ്. അപ്പോൾ ഇത് കഴിഞ്ഞു. x e⁻x ഇൻ്റഗ്രൽ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ദി സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഡെറിവേറ്റീവ് ഓഫ് ദി ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ദി സെക്കൻഡ് ഇൻറ്റു ഡി എക്സ് പ്ലസ് എ കോൺസ്റ്റൻറ്റ് c1. cos x-നെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. cos x-നെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ sin x പ്ലസ് എ കോൺസ്റ്റൻറ്റ് c1 ഇസ് ഈക്വൽ ടു ഇത് x e⁻x മൈനസ് ഇൻ്റഗ്രൽ e⁻x is e⁻x പ്ലസ് sin x പ്ലസ് c1
ഇതാണ് dy ബൈ ഡി എക്സ്. സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഒന്നും കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ ഒന്നുകൂടി ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഒന്നുകൂടി ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ y വരും. ഇൻ്റഗ്രൽ എക്സ് ഇ റൈസ് ടു എക്സ് മൈനസ് ഇ റൈസ് ടു എക്സ് പ്ലസ് സൈൻ എക്സ് പ്ലസ് c1 ഇൻറ്റു ഡി എക്സ് പ്ലസ് എ കോൺസ്റ്റൻറ്റ് c2. എക്സ് ഇ റൈസ് ടു എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ഇത് കിട്ടും. എക്സ് ഇ റൈസ് ടു മൈനസ് ഇ റൈസ് ടു എക്സ്. അപ്പോൾ ഇത് തന്നെ ഇൻ്റഗ്രേഷൻ കഴിഞ്ഞ് ഇതിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ എക്സ് ഇ റൈസ് ടു എക്സിൻ്റെ ഇൻ്റഗ്രൽ ഇതാണ്. ഇനി ഇ റൈസ് ടു എക്സിൻ്റെ ഇൻ്റഗ്രൽ മൈനസ് ഇ റൈസ് ടു എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ഇ റൈസ് ടു എക്സ്, സൈൻ എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മൈനസ് കോസ് എക്സ് പ്ലസ് c1 ഇൻറ്റു ഡി എക്സ് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ c1x പ്ലസ് c2. ഇതിനെ നമുക്ക് -2 ഇ റൈസ് ടു എക്സ് എന്ന് എഴുതാം. അപ്പോൾ ഇതിനകത്ത് ഇത്രയും ചെയ്യാനുണ്ട്. ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് എഴുതി പഠിച്ചാൽ 5 മാർക്ക് ഉറപ്പായിട്ടും കിട്ടും ഈ സെക്ഷനിൽ നിന്ന്. ഇത് വേരിയബിൾസ് സെപ്പറബിൾ ഫോമിൻ്റെ ഒരു പ്രോബ്ലമാണ്. ഇത് ലീനിയർ അല്ല, വേരിയബിൾസ് സെപ്പറബിൾ ആണ്. അപ്പോൾ നമുക്ക് വേരിയബിൾസിനെ സെപ്പറേറ്റ് ചെയ്യണം. ഇവിടെ നമുക്ക് ഇ റൈസ് ടു എക്സ് പ്ലസ് വൈ നമുക്ക് ഇ റൈസ് ടു എക്സ് ഇൻറ്റു ഇ റൈസ് ടു വൈ എന്ന് എഴുതാം, പ്ലസ് എക്സ് സ്ക്വയർഡ് ഇൻറ്റു ഇ റൈസ് ടു വൈ. ഇ റൈസ് ടു വൈ കോമൺ എടുക്കണം. ഇ റൈസ് ടു എക്സ് പ്ലസ് എക്സ് സ്ക്വയർഡ് ഇൻറ്റു ഇ റൈസ് ടു വൈ. ഇതാണ് dy ബൈ ഡി എക്സ്. ഇനി ഡി എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ dy ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു എക്സ് പ്ലസ് എക്സ് സ്ക്വയർഡ് ഇൻറ്റു ഇ റൈസ് ടു വൈ ഇൻറ്റു ഡി എക്സ്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. ഡി എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ. ഇനി ഇവിടെ എക്സ് മാത്രം മതി. ഇ റൈസ് ടു വൈയെ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ dy ബൈ ഇ റൈസ് ടു വൈ ഇസ് ഈക്വൽ ടു ഇ റൈസ് ടു എക്സ് പ്ലസ് എക്സ് സ്ക്വയർഡ് ഇൻറ്റു ഡി എക്സ് എന്ന് വരും. ഇ റൈസ് ടു വൈ കൊണ്ട് ഡിവൈഡ് ചെയ്യപ്പോൾ ഇവിടുത്തെ ഇ റൈസ് ടു വൈ ക്യാൻസൽ ആയിപ്പോയി. അപ്പോൾ dy ബൈ ഇ റൈസ് ടു വൈ ഇത് നമുക്ക് ന്യൂമറേറ്റർ കൊണ്ടുപോയാൽ ഇ റൈസ് ടു മൈനസ് വൈ ഡി വൈ എന്ന് എഴുതാം. ഇസ് ഈക്വൽ ടു ഇ റൈസ് ടു എക്സ് പ്ലസ് എക്സ് സ്ക്വയർഡ് ഇൻറ്റു ഡി എക്സ്. ഇത് വേരിയബിൾസ് സെപ്പറബിൾ ഫോമാണ്. അതിൻ്റെ സൊല്യൂഷൻ കിട്ടാനായിട്ട് രണ്ട് സൈഡും ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇൻ്റഗ്രൽ ഇ റൈസ് ടു മൈനസ് വൈ ഡി വൈ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഇ റൈസ് ടു എക്സ് പ്ലസ് എക്സ് സ്ക്വയർഡ് ഇൻറ്റു ഡി എക്സ്. ഇ റൈസ് ടു മൈനസ് വൈ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ഇ റൈസ് ടു മൈനസ് വൈ ബൈ -1 ഇസ് ഈക്വൽ ടു ഇ റൈസ് ടു എക്സിൻ്റെ ഇൻ്റഗ്രൽ ഇ റൈസ് ടു എക്സ് പ്ലസ് എക്സ് സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ എക്സ് ക്യൂബ് ബൈ 3 പ്ലസ് എ കോൺസ്റ്റൻറ്റ്. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പമാണ്. ഇതെല്ലാം വളരെ കുറച്ച് പ്രോബ്ലംസ് ഞാൻ ചെയ്തിട്ടുള്ളൂ. ഇതെല്ലാം നിങ്ങൾ എഴുതി പഠിക്കുകയാണെങ്കിൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നുള്ള പോർഷനിൽ നിന്ന് നിങ്ങൾക്ക് 10 മാർക്ക് വരെ കിട്ടാവുന്നതാണ്. അപ്പോൾ ശ്രദ്ധിച്ച് ചെയ്യുക.